ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ് അരിപ്പൊടി ആട്ടോ, അപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അപ്പം പൊടിയും ഈ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഉപ്പ് എവിടെയും കട്ടയൊന്നും കെട്ടാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ പൊൻകതിർ എന്ന ബ്രാൻഡിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. വെറുതെ ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ സ്നാക്സിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ 1 കപ്പിൽ ഞാൻ 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കി 1/4 കപ്പ് ബാക്കിയായി. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതും 2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയും 2 ഏലക്കായ ചതച്ചതും ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ ഒരു ചെറിയ കിണ്ണത്തിലേക്ക് ഞാൻ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരിപ്പൊടിയുടെ മിക്സ് അട പരത്തുന്ന പോലെ ചുറ്റും പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ കിണ്ണത്തിൻ്റെ അതേ അളവിൽ നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഗ്യാപ്പൊന്നും ഇല്ലാതെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവിടെയും ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് പരത്തി നല്ല സോഫ്റ്റായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കോക്കനട്ടും ശർക്കരയും ഏലക്കായും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവിടെയും പരത്തി നന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി വേറെ ഒരു ഇലയിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം. അതേ അളവിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ പരത്തുമ്പോൾ കൈമ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ തൊട്ടിട്ട് അത് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ പരത്തിയെടുത്തത് നേരത്തെ തയ്യാറാക്കി വെച്ചതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഇല മെല്ലെ പൊന്തിച്ചെടുത്താൽ മതി കേട്ടോ. അതും കൂടെ ഒട്ടിപ്പിടിച്ച് പോരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് പിന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്യാപ്പുള്ള വശത്തെല്ലാം ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് എടുത്ത് ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് സോഫ്റ്റായിട്ട് തിന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടിട്ടുള്ള സ്റ്റീമറിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ചായക്കൊപ്പം കഴിക്കാൻ കൊടുക്കാൻ പറ്റണ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച കാരണം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആ പഴത്തിൻ്റെയൊക്കെ നല്ല രുചിയുണ്ട്. ആ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തൊലി കറുത്തിട്ട് നന്നായി പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.